ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ പഴയ കരുത്തും ഉന്മേഷവുമൊക്കെ എവിടെയോ പോയതുപോലെ തോന്നുന്നുണ്ടോ? നമ്മളിൽ പലരും നിസ്സാരമെന്ന് കരുതുന്ന വിറ്റാമിൻ ഡിയുടെ കുറവാകാം ഒരുപക്ഷേ ഇതിന് പിന്നിലെ ഒരു കാരണം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പല രീതിയിലും ബാധിക്കാം. വിറ്റാമിൻ ഡി എന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് മാത്രമല്ല, പുരുഷന്റെ പേശികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധശേഷിക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഈ വീഡിയോയിൽ വിറ്റാമിൻ ഡി പുരുഷന്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ശരിയും തെറ്റായ ധാരണകളും എന്തൊക്കെയാണ്, ഇതിന്റെ കുറവുണ്ടെങ്കിൽ അത് എങ്ങനെ ലളിതമായി പരിഹരിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. സൂര്യപ്രകാശം നമ്മുടെ ചർമ്മത്തിൽ പതിക്കുമ്പോൾ ശരീരം നിർമ്മിക്കുന്നതുകൊണ്ടാണ് വിറ്റാമിൻ ഡിയെ സൺഷൈൻ വിറ്റാമിൻ എന്ന് വിളിക്കുന്നത്. എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യം ഭക്ഷണത്തിൽ നിന്നും ആഗിരണം ചെയ്യാൻ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി. എന്നാൽ ഇതിന്റെ കുറവ് പുരുഷന്മാരിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ശരീരം കാണിച്ചു തരുന്ന ചില പൊതുവായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വിട്ടുമാറാത്ത ക്ഷീണം. എത്ര ഉറങ്ങിയാലും ഒരു ഉന്മേഷമില്ലായ്മ, ദിവസം മുഴുവൻ ഒരുതരം തളർച്ച, ഇവയെല്ലാം വിറ്റാമിൻ ഡിയുടെ കുറവിന്റെ ഒരു ലക്ഷണമാകാം. 2. പേശീവേദനയും ബലക്കുറവും. പ്രത്യേകിച്ച് അധ്വാനമൊന്നും ചെയ്യാതെ തന്നെ പേശികൾക്ക് വേദനയും ഒരു ബലക്കുറവും അനുഭവപ്പെടുന്നത് മറ്റൊരു സൂചനയാണ്. 3. അടിക്കടി അസുഖങ്ങൾ വരുന്നത്. വിറ്റാമിൻ ഡി നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ അളവ് കുറയുമ്പോൾ ജലദോഷം, പനി പോലുള്ള അണുബാധകൾ ഇടയ്ക്കിടെ വരാനുള്ള സാധ്യതയുണ്ട്. 4. എല്ലുകൾക്കും സന്ധികൾക്കും വേദന. ശരീരത്തിന് കാൽസ്യം വലിച്ചെടുക്കാൻ വിറ്റാമിൻ ഡി അത്യാവശ്യമായതിനാൽ ഇതിന്റെ കുറവ് നടുവേദന, സന്ധിവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും. 5. മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ. ചില പഠനങ്ങൾ അനുസരിച്ച് വിഷാദം, ഉത്കണ്ഠ പോലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾക്കും വിറ്റാമിൻ ഡിയുടെ കുറവ് ഒരു ഘടകമായേക്കാം. പ്രധാനമായി ശ്രദ്ധിക്കുക, ഈ ലക്ഷണങ്ങളെല്ലാം മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ട് ഇവയുണ്ടെങ്കിൽ അത് വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടാണെന്ന് ഉറപ്പിക്കരുത്. ഒരു രക്തപരിശോധനയിലൂടെ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. വിറ്റാമിൻ ഡിയും പുരുഷ ഹോർമോണുകളും തമ്മിലുള്ള ബന്ധം. ഇനി പലർക്കും സംശയമുള്ള ഒരു വിഷയത്തിലേക്ക് വരാം. വിറ്റാമിൻ ഡി പുരുഷന്റെ കരുത്തും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കുമോ? ചില പഠനങ്ങൾ വിറ്റാമിൻ ഡിയുടെ കുറവും പുരുഷനിലെ പ്രധാന ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവും തമ്മിൽ ഒരു ബന്ധം നിരീക്ഷിച്ചിട്ടുണ്ട്. പുരുഷന്റെ ഊർജ്ജസ്വലതയ്ക്കും പേശീബലത്തിനും ലൈംഗിക താൽപ്പര്യങ്ങൾക്കും ടെസ്റ്റോസ്റ്റിറോൺ അത്യാവശ്യമാണ്. അതുപോലെ ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് ഒരു കാരണമാകാമെന്ന് സൂചിപ്പിക്കുന്ന ചില പഠനങ്ങളുമുണ്ട്. രക്തക്കുഴലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ഡിക്ക് ചെറിയൊരു പങ്കുണ്ട്. ഇത് ശരിയായ ഉദ്ധാരണത്തിന് ആവശ്യമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്നത് കൊണ്ട് മാത്രം ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിക്കുമെന്നോ ലൈംഗിക പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നോ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്ര വലിയ ശാസ്ത്രീയ പഠനങ്ങൾ നിലവിലില്ല. നിലവിലുള്ള പഠനങ്ങൾ ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതിനാൽ ഇതിനെ ഒരു അത്ഭുത മരുന്നായി കാണരുത്. നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണകരമാകും. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ കുറവ് എങ്ങനെ പരിഹരിക്കാം? വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. 1. സൂര്യപ്രകാശം ഏൽക്കുക. ഇതാണ് ഏറ്റവും സ്വാഭാവികമായ മാർഗം. ദിവസവും കുറച്ചു നേരം വെയിൽ കൊള്ളുന്നത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ഉത്പാദിപ്പിക്കാൻ സഹായിക്കും. രാവിലെ 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കൂടുതൽ ഫലപ്രദം എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിലും കഠിനമായ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് ചർമ്മത്തിന് ദോഷകരമാവാം. അതിനാൽ നിങ്ങളുടെ സൗകര്യവും കാലാവസ്ഥയും അനുസരിച്ച് ഇളം വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. 2. ഭക്ഷണത്തിലൂടെ നേടുക. വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. മത്തി, അയല, ചൂര പോലുള്ള കൊഴുപ്പുള്ള മത്സ്യങ്ങൾ വിറ്റാമിൻ ഡിയുടെ മികച്ച ഉറവിടങ്ങളാണ്. മുട്ടയുടെ മഞ്ഞ, കൂൺ, പാൽ, തൈര് എന്നിവയിലും ഇത് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി ചേർത്ത പാൽ, ഓട്സ് പോലുള്ള ഭക്ഷണങ്ങളും വിപണിയിൽ ലഭ്യമാണ്. 3. സപ്ലിമെന്റുകൾ. വെയിൽ കൊള്ളാൻ സാഹചര്യമില്ലാത്തവരും ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് വിറ്റാമിൻ ഡി ലഭിക്കാത്തവരും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റുകൾ കഴിക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. സാധാരണയായി മുതിർന്ന ഒരാൾക്ക് ഒരു ദിവസം 600 കുറയ്ക്കുക 800 വരെയാണ് ആവശ്യം. എന്നാൽ ഒരു കാരണവശാലും ഡോക്ടറെ കാണാതെ ഉയർന്ന അളവിൽ സപ്ലിമെന്റുകൾ വാങ്ങി കഴിക്കരുത്.
കാരണം വിറ്റാമിൻ ഡി ശരീരത്തിൽ അധികമായാൽ അത് വിഷാംശമായി മാറുകയും കിഡ്നിയിൽ കല്ല്, ഛർദി, അമിതമായ ദാഹം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് മനസ്സിലാക്കി ശരിയായ ഡോസ് നിർണ്ണയിക്കാൻ ഡോക്ടർക്ക് സാധിക്കും. ചുരുക്കത്തിൽ, വിറ്റാമിൻ ഡി പുരുഷന്റെ ആരോഗ്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ഇത് ആവശ്യമാണ്. ടെസ്റ്റോസ്റ്റിറോണുമായും ലൈംഗികാരോഗ്യവുമായും ഇതിന് ബന്ധങ്ങളുണ്ടാകാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് വിട്ടുമാറാത്ത ക്ഷീണമോ ശരീരവേദനയോ പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് വിറ്റാമിൻ ഡിയുടെ അളവ് പരിശോധിക്കുന്നത് നല്ല തീരുമാനമാണ്. ആവശ്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെയും ശരിയായ ചികിത്സയിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.